കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായ ബിഷപ്പ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിക്ക് കോട്ടപ്പുറം രൂപതയുടെയും ബിഷപ്പിൻ്റെ മാതൃ ഇടവകയായ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയുടെയും നേതൃത്വത്തിൽ നടന്ന അനുമോദന സമ്മേളനം കേരള നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രതീകങ്ങളായി തന്നെ ആളുകൾ ഉയർന്നു വരുന്നു എന്നതേറെ സന്തോഷകരമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം കളത്തിപ്പറമ്പിൽ പിതാവ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു. മതപരമായിട്ടുള്ള വിഭജനങ്ങൾക്കെതിരെ ചെറിയ ചെറിയ സങ്കുചിതമായിട്ടുള്ള ചിന്തകൾക്കെതിരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നിൽക്കണം എന്നതാണ് കളത്തിപ്പറമ്പിൽ പിതാവ് നടത്തിയ സന്ദേശത്തിൻ്റെ രത്ന ചുരുക്കം എന്നുള്ളത്. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷനായി. 23 വർഷത്തെ നുൻഷിയേച്ചറിലുള്ള സേവനത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള വലിയൊരു അവസരമായിട്ടാണ് ഈ മെത്രാൻ ദൗത്യം ഞാൻ കാണുന്നത്. 1991 ഡിസംബർ 23-ാം തീയതിയാണ് അഭിമന്യ ഡെന്നിസ് പിതാവ് പുരോഹിതനായി തീർന്നത്. 97 വരെ IB ഈഡൻ MP മുഖ്യപ്രഭാഷകനായിരുന്നു. ഇടവകയ്ക്ക് മാത്രമല്ല, നമ്മുടെ രൂപതയ്ക്കും അതിരൂപതകൾക്കും മാത്രമല്ല, മറിച്ച് ക്രൈസ്തവ സഭയ്ക്ക് തന്നെ വലിയ അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ കൂവക്കാട്ട് പിതാവിൻ്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. കർദിനാളായി ഉയർത്തപ്പെട്ട ഏറ്റവും വളരെ പ്രായം കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മലയാളിയായ ഒരു വൈദികനാദ്യമായി വൈദിക പട്ടത്തിൽ നിന്ന് കർദിനാൾ സ്ഥാനത്തിലേക്ക് വത്തിക്കാൻ അഭിവന്ധ്യ മാർപ്പാപ്പ തന്നെ ഉയർത്തിയ ഒരു സന്ദർഭം. ഞങ്ങളുടെ ഭാഷയിൽ, ഞങ്ങളുടെ പാർട്ടിയുടെ, എൻ്റെയും വിനോദിൻ്റെയൊക്കെ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ നേരിട്ടുള്ള അപ്പോയിൻമെൻ്റാണ് അഭിവന്ധ്യ ഡെന്നിസ് പിതാവിൻ്റേത്. TJ വിനോദ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ ഇതായി കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായി സ്ഥാനമേറ്റ ശ്രീ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവ്, കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു പുന്നത്തു, പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്ക റെക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൻ, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, രൂപത പ്രീസ്റ്റ് സെനറ്റ് സെക്രട്ടറി ഫാദർ ജോഷി കല്ലറയ്ക്കൽ, ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം, രൂപത പാസ്റ്റൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ജെസ്സി ജെയിംസ്, വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ, ഇടവക കേന്ദ്ര സമിതി പ്രസിഡന്റ് VX റോയി വലിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ബിഷപ്പ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിയുടെ മറുപടി പ്രസംഗവും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറുകയുണ്ടായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ. ആഗോളതലത്തിലും കേരളത്തിലും വലിയ വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്.